ഹലോ ഗൈസ്, ഇന്ന് ഞാൻ കാന്താരി മുട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ മുട്ട പുഴുങ്ങാൻ വെക്കുന്ന സമയത്ത് കുക്കറിലിട്ട് 2 ഊത്ത് കേട്ടാൽ മതി, പെട്ടെന്ന് റെഡിയാവും. അങ്ങനെ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ ഞാൻ നാരങ്ങ കൂടി ഇട്ട് എടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ മുട്ടയാണെങ്കിൽ നമുക്ക് പൊട്ടി പോവാതെ കിട്ടും. അതിൻ്റെ ചമ്മന്തി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് തേങ്ങ ചിരകിയതും, പിന്നെ ചെറിയ ഉള്ളിയും, പിന്നെ കാന്താരി ഉണ്ടെങ്കിൽ അതെടുക്കുക. ഞങ്ങളുടെ വീട്ടിൽ ഈ മുളകായിരുന്നുള്ളത്, അത് ഞാൻ എടുത്തിട്ടുണ്ട്. മല്ലിയില ഉണ്ടെങ്കിൽ അതും ഇടാം, കറിവേപ്പില ഇടുന്നെങ്കിൽ അതും ഇടാം. എന്നിട്ട് നമുക്കിത് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഇതാണ് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് എഗ്ഗ് ഞാനാണെങ്കിൽ പൊളിച്ചെടുത്തിട്ടുണ്ട്. അത് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. സാധാരണ വീട്ടിലൊന്നും ഞാൻ തേങ്ങ ഇട്ട് കണ്ടിട്ടില്ലായിരുന്നു, പക്ഷേ എരിവ് ബാലൻസ് ചെയ്യാനും അതുപോലെ ഒരു പ്രത്യേക ടേസ്റ്റാണ് തേങ്ങ ഇടുമ്പം. പിന്നെ എനിക്ക് ഒത്തിരി എരിവ് ഇഷ്ടമായതുകൊണ്ട് ഇപ്പം നമുക്ക് എരിവ് കൂടുതൽ ഇഷ്ടമല്ലാത്തവർക്ക് ഈ ഒരു ചമ്മന്തി മുട്ടയുടെ ഒരു വശത്ത് ഇട്ടിട്ട് ചേർത്ത് കഴിച്ചാലും മതി. എനിക്ക് എരിവ് നന്നായിട്ട് ഇഷ്ടമായതുകൊണ്ട് ഞാൻ മുട്ടയുടെ 2 ഭാഗത്തും ഇതിൻ്റെ ചമ്മന്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ചേർത്ത് വയ്ക്കാം. അയ്യോ, ഒരേണ്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇനി കഴിച്ച് നോക്കട്ടെ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്യണേ. ഓക്കെ, ബൈ.